അപ്പോൾ നമ്മൾ വളരെ പറഞ്ഞനുസരിക്കാത്തതാണെന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. നടുത്തേരി സ്കൂളിലെ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആരുടെയെങ്കിലും തലയിൽ വീണാൽ എൻ്റെ കുറ്റമല്ല. ഞാൻ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം നിർബന്ധം പിടിക്കുന്ന ആളാണ്. പരമാവധി പണിയാവുന്ന 100 കുട്ടികളെ കൂടുതൽ എല്ലാ സ്കൂളിലും പണിത് കഴിഞ്ഞു. ഇനി നമ്മൾ പണിയാനുള്ളത് വിളക്കുടി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുമായി. കാരിയറ സ്കൂളിൻ്റെ പണി ഏതാണ്ട് തീരാറായി. ഇനി പെയിൻ്റ് അടിച്ചാൽ മതി, ബാക്കി എല്ലാ പണിയും തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി തലവ് പഞ്ചായത്തിലാണ് കൂടുതൽ സ്കൂളുള്ളത്. 12 സ്കൂളുകൾ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുണ്ട്. അതിന് നടുത്തേരി സ്കൂളും കുരാ സ്കൂളുമാണ് ഇനി കെട്ടിടം പണിയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ പറഞ്ഞനുസരിക്കാത്തതാണെന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. നടുത്തേരി സ്കൂളിലെ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആരുടെയെങ്കിലും തലയിൽ വീണാൽ എൻ്റെ കുറ്റമല്ല. ഞാൻ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം നിർബന്ധം പിടിക്കുന്ന ആളാണ്. നിർബന്ധമായി അത് പൊളിച്ച് അവൻ പറഞ്ഞ് പുതിയ കെട്ടിടത്തിന് പണം അനുവദിക്കുമ്പോൾ അതിന് പുറകെ കെട്ടി അത് ഇത് പുരാതന കെട്ടിടം നിൽക്കണമെന്നാണ്. പുരാതന കെട്ടിടം നിൽക്കുന്നതിൻ്റെ അപകടം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുരാതന കെട്ടിടം അവിടെ നിൽക്കേണ്ട. എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരുന്ന പുരാതന കെട്ടിടങ്ങൾ കാരിയറയിലടക്കം നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ടാണ്, ഇതിനേക്കാളും പഴക്കമുള്ള കെട്ടിടം കാരിയറുണ്ടായിരുന്നു, പൊളിച്ചു കളഞ്ഞിട്ടാണ് പുതിയ കെട്ടിടം വെച്ചത്. അപ്പോൾ അതുകൊണ്ട് പുരാതന കെട്ടിടം അവിടെ നിൽക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ളതിൽ എല്ലായിടത്തും മേലിലെ തലൂർ പഞ്ചായത്തിലുള്ള ഏക UP സ്കൂളായ തലൂർ നടുത്തേരി ഗവൺമെൻറ് UP സ്കൂൾ, അവിടെ ഫിറ്റ്നസ് ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആയതിനാൽ അടിയന്തരമായി കഴിഞ്ഞ 21-ാം തീയതി ചേർന്ന കമ്മിറ്റിയിൽ അടിയന്തരമായി ആ സ്കൂള് മാറ്റി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് കമ്മിറ്റി കൈക്കൊണ്ടിട്ടുള്ളത്. ഏതാണ്ട് 1 കോടി രൂപ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നമ്മുടെ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അവർ, നമ്മുടെ മന്ത്രിയുടെ KB അവരുടെ സമൂലമായി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വകയായി 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കാര്യം